ദഹന വ്യവസ്ഥ കറക്റ്റ് ആവുന്ന ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവും എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ ഒരു ഒരു പെർട്ടിക്കുലർ സമയത്ത് പെർട്ടിക്കുലർ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഒരു ഉപവാസം എപ്പോഴും ആരോഗ്യത്തിന് ഗുണകരമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഉദ്ദേശിക്കുന്നത് ദഹന പ്രക്രിയ ക്ലിയർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇതിന് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ച് ഉപവാസം ചെയ്താൽ മാത്രമാണ് നമുക്ക് ശരീരത്തിന് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഗുണത്തേക്കാളേറെ ദോഷമായിട്ടാണ് നമുക്ക് ശരീരത്തിന് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉപവാസം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കാരക്ക ഉപയോഗിക്കാൻ സാധാരണ പറഞ്ഞു വരാറുള്ളത്. കാരണം കാരക്കയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ അതുപോലെ തന്നെ എനർജി ലെവലൊക്കെ വളരെ താഴ്ന്നിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ കാരക്ക കൊണ്ട് ഉപവാസം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പല വീടുകളിലും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ നാരങ്ങ വെള്ളം കൂടുതലായി കൊടുക്കുന്ന രീതി. ഫാസ്റ്റിംഗ് ടൈം 12 മണിക്കൂർ സമയത്ത് നമ്മുടെ ശരീരം വയറ് അസിഡിക് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് നാരങ്ങ വെള്ളം കൊടുക്കുന്നത് ശരീരത്തിന് അഗെയിൻസ്റ്റ് ആണ്. അത് ശരീരത്തിന് ദോഷമായിട്ടാണ് ബാധിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം അതുപോലെ തന്നെ സിട്രിക് അടങ്ങിയ ഫ്രൂട്ടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിന് പകരമായിട്ട് നമുക്ക് തേൻ വെള്ളമോ അല്ലെങ്കിൽ ഇളനീർ പാനീയങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്.